ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സാമ്പത്തിക നയതന്ത്ര ബന്ധങ്ങളിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ഒരു സുപ്രധാന അധ്യായത്തിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി തുടരുന്ന ഉഭയകക്ഷി ബന്ധം വെറും സൗഹൃദത്തിനപ്പുറം തന്ത്രപരമായ ഒരു സാമ്പത്തിക പങ്കാളിത്തത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന കാഴ്ചയാണ് വൈറ്റ് ഹൗസിൽ നിന്നുള്ള പുതിയ പ്രഖ്യാപനങ്ങളിലൂടെ നാം കാണുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫെബ്രുവരി 13-ന് ഒപ്പിടാനിരിക്കുന്ന സമഗ്ര ഉഭയകക്ഷി വ്യാപാര കരാറിന് മുന്നോടിയായി പുറത്തിറങ്ങിയ ഈ ഇടക്കാല വ്യാപാര കരാർ ലോക സാമ്പത്തിക ക്രമത്തിൽ തന്നെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും തമ്മിലുള്ള വ്യാപാര ബന്ധം പലപ്പോഴും നികുതി തർക്കങ്ങളിലും നയതന്ത്രപരമായ വിയോജിപ്പുകളിലും തട്ടി നിന്നിരുന്നു. എന്നാൽ പുതിയ കരാറിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയും പരസ്പര സഹകരണത്തിന്റെ പുതിയ മേഖലകൾ തുറക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. മുൻപ് റഷ്യൻ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ അമേരിക്ക സ്വീകരിച്ചിരുന്ന കർക്കശമായ നിലപാടുകളിൽ വന്ന മാറ്റം ഈ കരാറിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങളും അമേരിക്കയുടെ വ്യാപാര താൽപര്യങ്ങളും തമ്മിലുള്ള ഒരു സന്തുലിത അവസ്ഥയാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ കയറ്റുമതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ നൽകുന്ന ഏറ്റവും വലിയ ആശ്വാസം കുറവാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയിരുന്ന നികുതി 18% കുറച്ചു. ഇത് ആഗോള വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില കുറയാനും അതുവഴി ഡിമാൻഡ് വർദ്ധിക്കാനും കാരണമാകും. ഇന്ത്യയുടെ പ്രധാന എതിരാളികളായ വിയറ്റ്നാം, ബംഗ്ലാദേശ്, ചൈന എന്നിവരെ അപേക്ഷിച്ച് കുറഞ്ഞ നികുതി നിരക്ക് ഇന്ത്യയിൽ ലഭിക്കുന്നത് അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ വ്യാപാരികൾക്ക് വലിയ മേധാവിത്വം നൽകും. മരുന്നുകൾ, രത്നങ്ങളും ആഭരണങ്ങൾ, വിമാന ഘടകങ്ങൾ എന്നീ മേഖലകളിൽ തീരുവ പൂർണ്ണമായും ഒഴിവാക്കിയത് ഈ മേഖലകളിൽ വൻ നിക്ഷേപത്തിന് വഴിയൊരുക്കും. ഈ ഇടക്കാല കരാറിന്റെ രാഷ്ട്രീയ വശം പരിശോധിക്കുമ്പോൾ റഷ്യൻ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വളരെ നിർണായകമാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന്റെ പേരിൽ ഇന്ത്യക്ക് മേൽ ചുമത്തിയിരുന്ന 25% അധിക ശിക്ഷാ തീരുവ പ്രസിഡന്റ് ട്രംപ് എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ പിൻവലിച്ചു. ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. പകരമായി അമേരിക്കയിൽ നിന്നുള്ള ഊർജ്ജ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ കൂടുതൽ വാങ്ങുമെന്ന് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. എന്നാൽ ഇതിലൊരു ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പഴയപടി തുടർന്നാൽ ഈ ശിക്ഷാ തീരുവകൾ തിരികെ വരുമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നയതന്ത്രപരമായ ബാലൻസിംഗ് ആക്ടാണ്. കരാർ ഏകപക്ഷീയമല്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അമേരിക്ക നൽകുന്ന ഇളവുകൾക്ക് പകരമായി ഇന്ത്യൻ വിപണിയിലും ചില പ്രധാന മാറ്റങ്ങൾ വരുത്താൻ ധാരണയായിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നുള്ള ധാന്യങ്ങൾ, ചോളം, കശുവണ്ടി ഉൾപ്പെടെയുള്ള നട്ട്സ് ഇനങ്ങൾ, പഴവർഗ്ഗങ്ങൾ, സോയാബീൻ ഓയിൽ എന്നിവയ്ക്ക് ഇന്ത്യയിൽ കുറഞ്ഞ തീരുവയിൽ പ്രവേശനം ലഭിക്കും. ഇത് ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കാൻ സഹായിച്ചേക്കാം. അമേരിക്കൻ നിർമ്മിത മദ്യത്തിന് ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നത് വഴി വിദേശ നാണ്യ വിനിമയത്തിലും മാറ്റങ്ങൾ വരും. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഏകദേശം $500 ബില്യൺ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങും. ഇത് പ്രധാനമായും ഊർജ്ജം, പ്രതിരോധം, അത്യാധുനിക സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിലായിരിക്കും. ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യയിലെ ചില പ്രധാന മേഖലകളിൽ തൊഴിലവസരങ്ങളും വരുമാനവും വർദ്ധിക്കുമെന്നും ഉറപ്പാണ്. ബംഗ്ലാദേശിനോടും വിയറ്റ്നാമിനോടും കടുത്ത മത്സരം നേരിടുന്ന ഇന്ത്യൻ വസ്ത്രവ്യാപാര മേഖലയ്ക്ക് 18% നികുതി നിരക്ക് വലിയ ഉത്തേജനമാകും. അമേരിക്കൻ ബ്രാൻഡുകൾക്ക് കുറഞ്ഞ ചെലവിൽ ഇന്ത്യയിൽ നിന്ന് വസ്ത്രങ്ങൾ എത്തിക്കാൻ സാധിക്കും. ലോകത്തിന്റെ ഫാർമസി എന്നറിയപ്പെടുന്ന ഇന്ത്യക്ക് അമേരിക്കൻ വിപണിയിലെ നികുതി ഒഴിവാക്കൽ വലിയ നേട്ടമാണ്. ജനറിക് മരുന്നുകളുടെ കയറ്റുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഭദ്രമാകും. ഡിജിറ്റൽ വ്യാപാരത്തിലെ തടസ്സങ്ങൾ നീക്കാനുള്ള തീരുമാനം ഇന്ത്യൻ IT കമ്പനികൾക്ക് അമേരിക്കൻ കമ്പനികളുമായി കൂടുതൽ സുതാര്യമായി പ്രവർത്തിക്കാൻ അവസരം നൽകും. ഡേറ്റ കൈമാറ്റം, സോഫ്റ്റ്വെയർ കയറ്റുമതി എന്നിവയിൽ പുതിയ നിയമങ്ങൾ വരുന്നത് മേഖലയ്ക്ക് ഗുണകരമാകും. കോവിഡിന് ശേഷമുള്ള ലോകത്ത് ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ആഗോള കമ്പനികൾ ശ്രമിക്കുന്നുണ്ട്. China +1 എന്ന ഈ നയത്തിന് ഏറ്റവും അനുയോജ്യമായ പങ്കാളിയായി ഇന്ത്യയെ മാറ്റാൻ ഈ കരാർ സഹായിക്കും. വിതരണ ശൃംഖല മെച്ചപ്പെടുത്തുന്നതിലൂടെ ആഗോള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറും. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് വെറും ഒരു ഇടക്കാല കരാർ മാത്രമാണ്. ഫെബ്രുവരി 13-ന് മോദിയും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഒപ്പിടാൻ പോകുന്ന സമഗ്ര ഉഭയകക്ഷി വ്യാപാര കരാർ ഇതിലും വിപുലമായിരിക്കും. ആ കരാറിൽ വിസ നിയന്ത്രണങ്ങൾ, കുടിയേറ്റം, ഭൗതിക സ്വത്തവകാശം, പ്രതിരോധ രംഗത്തെ സംയുക്ത നിർമ്മാണം തുടങ്ങിയ വിഷയങ്ങളും ഉൾപ്പെട്ടേക്കാം. അമേരിക്കയുമായുള്ള ഈ ചരിത്രപരമായ ഇടക്കാല വ്യാപാര കരാർ കേവലം ഒരു സാമ്പത്തിക ഉടമ്പടിയല്ല, മറിച്ച് ഇന്ത്യയുടെ ആഗോള സ്വീകാര്യതയുടെയും സാമ്പത്തിക കരുത്തിന്റെയും അടയാളമാണ്. ചൈനയെ പോലൊരു വൻ ശക്തിയെ വ്യാപാര യുദ്ധത്തിൽ നേരിടാൻ അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ സഹായവും ആവശ്യമാണ്. അതേസമയം വികസിത രാജ്യമായി മാറാനുള്ള ഇന്ത്യയുടെ യാത്രയിൽ അമേരിക്കൻ വിപണിയും സാങ്കേതിക വിദ്യയും അനിവാര്യമാണ്. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെയും വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെയും നേതൃത്വത്തിലുള്ള നയതന്ത്ര നീക്കങ്ങൾ ഇന്ത്യയുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ കരാറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നതോടെ ഇന്ത്യൻ ഓഹരി വിപണിയിലും വ്യവസായ മേഖലയിലും വലിയ മുന്നേറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ആഗോളതലത്തിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ അംഗീകാരമായി ഈ കരാറിനെ കാണാവുന്നതാണ്.
ഇന്ത്യയുടെ സാമ്പത്തിക ഭൂപടത്തിൽ ഈ ഫെബ്രുവരി മാസം തീർച്ചയായും ഒരു നാഴികക്കല്ലായി രേഖപ്പെടുത്തും. ഇന്ത്യ അമേരിക്ക ഇടക്കാല വ്യാപാര കരാറിലെ കാർഷിക മേഖലയെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഇരു രാജ്യങ്ങളിലെയും കർഷകർക്കും വിപണിക്കും ഒരുപോലെ നിർണായകമാണ്. ഈ മേഖലയിലെ പ്രധാന മാറ്റങ്ങൾ അവ സൃഷ്ടിക്കാൻ പോകുന്ന സ്വാധീനവും ഇവയാണ്. അമേരിക്കയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ പ്രവേശനം നൽകുക എന്നത് US ഭരണകൂടത്തിന്റെ ദീർഘകാലമായുള്ള ആവശ്യമായിരുന്നു. പുതിയ കരാർ പ്രകാരം ധാന്യങ്ങൾ, ചോളം, കശുവണ്ടി ഉൾപ്പെടെയുള്ള നട്ട്സ് ഇനങ്ങൾ, വിവിധ പഴവർഗ്ഗങ്ങൾ, സോയാബീൻ ഓയിൽ എന്നിവയുടെ ഇറക്കുമതി തീരുവ ഇന്ത്യ ഗണ്യമായി വെട്ടിക്കുറച്ചു. ഇത് ഇന്ത്യൻ വിപണിയിൽ ഈ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കുകയും അതുപോലെ വില കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും ഇന്ത്യൻ വിപണിയിൽ ഡിമാൻഡുള്ള അമേരിക്കൻ ബദാം, വാൾനട്ട് എന്നിവയുടെ വിലയിൽ വലിയ കുറവുണ്ടാകാൻ ഇത് കാരണമാകും. എന്നാൽ ഈ നീക്കം ഇന്ത്യൻ കർഷകരെ എങ്ങനെ ബാധിക്കും എന്നത് ഗൗരവകരമായ ഒരു ചർച്ചാ വിഷയമാണ്. കുറഞ്ഞ നിരക്കിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ എത്തുന്നതോടെ ആഭ്യന്തര കർഷകർക്ക് കടുത്ത മത്സരം നേരിടേണ്ടി വരും. ഇതിന് പരിഹാരമായി ഇന്ത്യൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ കൂടുതൽ ഇളവുകൾ ലഭ്യമാക്കാൻ കരാറിൽ വ്യവസ്ഥകളുണ്ട്.